ഞാൻ ശ്രീ മോൻ ജോസഫിലേക്ക്. ശ്രീ മോൻ ജോസഫ് MLA, ശരിക്കും PG ജോസഫ് സാർ റെപ്രസെൻ്റ് ചെയ്യുന്ന താങ്കളുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഈ ജോസ് കെ മാണിയുടെ വരവ് കൊണ്ട് എന്ത് രാഷ്ട്രീയ വിനാശം ഉണ്ടാകും എന്നാണ് നിങ്ങൾ ചെറുതായിട്ടെങ്കിലും ഭയപ്പെടുന്നത്? ഞങ്ങൾ ഭയപ്പെടുന്നില്ല. ഞങ്ങൾ എന്തിനാ ഭയപ്പെടുന്നത്? ഞങ്ങൾക്ക് ജോസ് കെ മാണി വിഭാഗം ഇല്ലാതെ തന്നെ തെരഞ്ഞെടുപ്പ് രംഗത്ത് ശക്തി തെളിയിക്കാൻ കഴിയുമെന്ന് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിലും ഉപതെരഞ്ഞെടുപ്പുകളിലും അതിനുശേഷമുള്ള പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും കേരള കോൺഗ്രസിന് മാത്രമല്ല UDFന് ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിച്ച് വിജയിക്കാൻ കഴിയുമെന്ന് തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനി ഭയപ്പാടിൻ്റെ കാര്യമില്ല. ഇനി അവർ വരണമെങ്കിൽ വന്നോട്ടെ, ഞങ്ങൾ അതിന് വരുന്നതിനൊന്നും ഞങ്ങളെതിരല്ല. പക്ഷേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ആരുടെയെങ്കിലും പുറകെ നടന്ന് വരുന്നുണ്ടോ എന്ന് ചോദിച്ച് നടക്കുന്ന ഒരു പരിപാടി നമുക്ക് നാണക്കേടുണ്ടാക്കുക, UDFനെ ദുർബലപ്പെടുത്തുന്ന ഒരു ഇടപാട് ഇക്കാര്യത്തിൽ സംഭവിക്കരുത്. ഇതാണ് കേരള കോൺഗ്രസ് പാർട്ടി എടുത്ത നിലപാട്. ഇനി നാളുകളിൽ അവർ വരികയാണെങ്കിൽ അവരവരുടെ UDFിലൊരു ഘടകകക്ഷിയായി നിന്ന് അവർ പ്രവർത്തിക്കണമെങ്കിൽ പ്രവർത്തിച്ചോട്ടെ. ഞങ്ങൾ കേരള കോൺഗ്രസ് പാർട്ടി UDFിന്റെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും UDFിനോടൊപ്പം ഉറച്ച നിലപാടോടെ നിന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അത് കേരള കോൺഗ്രസിന്റെ ചെയർമാൻഷിപ്പ് PJ ജോസഫ് സാറിന്റെ നേതൃത്വത്തിൽ UDFിനോടൊപ്പം ആത്മാർത്ഥമായി നിലകൊണ്ടപ്പോൾ UDF നേതൃത്വം, അത് UDFിന്റെ ആദ്യത്തെ കൺവീനറുമാണ് ശ്രീ PJ ജോസഫ് സാർ. അതുകൊണ്ട് തന്നെ UDF PJ ജോസഫ് സാറിനെയും കേരള കോൺഗ്രസിനെയും ചേർത്ത് പിടിച്ചുകൊണ്ടല്ലാതെ ഇത്തരത്തിലുള്ള ഒരു നീക്കത്തിലേക്കും പോകില്ല എന്ന ഉറച്ച ബോധ്യം ഞങ്ങൾക്കുണ്ട്. ഇനി അതിനപ്പുറത്ത് ഇവർ ആരെങ്കിലുമൊക്കെ ചേരണമെങ്കിൽ UDFിന്റെ ജനകീയ അടിത്തറ വിപുലീകരിക്കാൻ വേണ്ടി ചേരേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ SKനോട് ഞാൻ ആദ്യം ചൂണ്ടിക്കാണിച്ചതുപോലെ അത്തരം ഒരു സാഹചര്യങ്ങൾ ആ പാർട്ടി വ്യക്തമാക്കട്ടെ. അവർ വ്യക്തമാക്കിയാൽ അതിന്റെ ഭാഗമായി UDFിലെ ഉഭയകക്ഷി ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറായിരിക്കും. അത് അത്തരൊരു ഘട്ടത്തിൽ മാത്രമാണ്. ഇപ്പോൾ ഇത് വെറും അഭ്യൂഹമാണ്, ഇത് വാർത്തകളിൽ മാത്രമായി നിൽക്കുന്ന ഒരു കാര്യമാണ്. അവരുടെ പാർട്ടി അത് നിഷേധിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അനിൽകുമാർ CPM പ്രതിനിധി അടക്കം പറയുന്നു ഇങ്ങനെയൊന്നും സംഭവിക്കില്ല. ഇങ്ങനൊരു കാര്യം നിൽക്കുന്നതിനിടയിൽ സംഭവിക്കും എന്ന് പറയേണ്ട കാര്യം ഞങ്ങൾക്ക് എന്തായിരിക്കുന്നത്? ഭയപ്പെടേണ്ട കാര്യം ഞങ്ങൾക്ക് എന്തായിരിക്കുന്നത്? ഞങ്ങൾ ശക്തമായ ജനകീയ അടിത്തറയുമായി നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് കേരള കോൺഗ്രസ്. അത് LDFിൽ നിന്ന കാലത്തും UDFിൽ നിന്ന കാലത്തും ഞങ്ങൾ പാർട്ടി തെളിയിച്ചിട്ടുണ്ട്. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കാം. ഇപ്പോൾ ബഹുമാനനായ ശ്രീ അനിൽകുമാർ ചൂണ്ടിക്കാണിച്ചപ്പോൾ ഈ കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തെ അദ്ദേഹം സംരക്ഷിക്കുന്നതിനെ കുറിച്ച് പറയുകയുണ്ടായി. CPM പാർട്ടിയുടെ തലത്തിൽ അദ്ദേഹം ആ ജോലി അദ്ദേഹം ചെയ്യേണ്ട ആളാണ്, അത് ചെയ്യുന്നു, അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ KM മാണി സാറിനെ ബാർക്കോഴ കേസുമായി ബന്ധപ്പെടുത്തി കോഴമാണി എന്ന നിലയിലേക്ക് ഒരു പദപ്രയോഗം ഞങ്ങൾ ആരും അത് ആഗ്രഹിച്ചതല്ല. അങ്ങനെ കേരളം മുഴുവൻ വേട്ടയാടിയ ഒരു കാലഘട്ടത്തിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ മാണി സാറിനെ അനുവദിക്കാതെ നിയമസഭയ്ക്കകത്ത് കോലാഹലങ്ങൾ ഉണ്ടാക്കിയപ്പോൾ KM മാണി ബഡ്ജറ്റ് അവതരിപ്പിക്കുമെന്ന UDFിന്റെ തീരുമാനത്തിന് വേണ്ടി ഉറച്ചു നിന്ന് മാണി സാറിനെ കരവലയത്തിനുള്ളിലാക്കി നിയമസഭയിൽ കൊണ്ടുവന്ന് ബഡ്ജറ്റ് അവതരിപ്പിച്ച MLAമാരാണ് ഞങ്ങൾ. UDF ഒറ്റക്കെട്ടായി ഇന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്ന പോലെ ടീം UDF എന്ന നിലയിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ UDF ഗവൺമെന്റിനെ കൊണ്ട് ബഡ്ജറ്റ് അവതരിപ്പിക്കില്ല എന്ന് പറഞ്ഞ LDFിനെ മുട്ടുമടക്കിച്ചുകൊണ്ട് അവർ മുട്ടുമടക്കുമല്ല, അവർ സത്യം പറഞ്ഞാൽ അന്ന് നിയമസഭയിൽ നടത്തിയ പ്രപഞ്ചങ്ങൾ എല്ലാവർക്കും അറിയാം. അതിനെല്ലാം ഇടയിലും മാണി സാർ ബഡ്ജറ്റ് അവതരിപ്പിച്ചു. മാണി സാറിനെ പിന്നീട് വേട്ടയാടിയ സന്ദർഭങ്ങളിലെല്ലാം മാണി സാറിനെ സംരക്ഷിക്കാൻ വേണ്ടി ഒറ്റക്കെട്ടായി ഞങ്ങൾ നിന്നിട്ടുണ്ട്. മാണി സാറിന്റെ മരണം വരെ അദ്ദേഹം UDF ആയിരുന്നു. ഐക്യ കേരള കോൺഗ്രസ് മാണി സാറിന്റെ മരണം വരെ UDF ആയിട്ട് തന്നെ നിന്നിട്ടുണ്ട്. മാണി സാറിന്റെ മരണശേഷം PJ ജോസഫ് സാറിന്റെയും CF തോമസിന്റെയും നേതൃത്വത്തിൽ സീനിയർ നേതാക്കൾ നേതൃത്വം കൊടുത്ത് കേരള കോൺഗ്രസ് മുന്നോട്ട് പോകട്ടെ എന്നെല്ലാവരും ആഗ്രഹിച്ചപ്പോൾ അതിന് വിഘാതമായ നിലപാടുകൾ വന്നപ്പോഴാണ് പാർട്ടിയിൽ പ്രശ്നമുണ്ടാകുന്നത്. അത് പിന്നീട് LDFിലേക്ക് ജോസ് കെ മാണി വിഭാഗം പോകാൻ ഇടയായി. ആരും ഇവിടെ പുറത്താക്കിയതല്ല, അവർ LDFിലേക്ക് പോയതാണ് എന്നൊരു വസ്തുതയാണ്. പിന്നെ സാങ്കേതികത്വങ്ങൾ പറയാമെന്നുള്ളതുള്ളൂ. അങ്ങനെ പോയ ശേഷം അവരിപ്പോൾ LDFിൽ നിൽക്കുന്നു. LDFിൽ തന്നെയാണ് അവർ തുടരുന്നതെങ്കിൽ ഞങ്ങൾ പറയുന്നത് പിന്നെ ആ പാർട്ടി UDFിലേക്ക് വരുന്നതിനെ കുറിച്ച് പൊതു ചർച്ചയുടെ ആവശ്യമില്ല. കേരള കോൺഗ്രസ് പാർട്ടിയുടെ ഉറച്ച നിലപാട് അതാണ്. അത് പൊതു ചർച്ചയുടെ ആവശ്യമില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ജോസ് കെ മാണി വിഭാഗത്തിന്റെ നിലപാട് ആദ്യം വരട്ടെ. അവരെന്തെങ്കിലും മുന്നണി മാറ്റത്തെക്കുറിച്ചുള്ള സാധ്യതകൾ ഉണ്ടെങ്കിൽ ആ സാഹചര്യങ്ങൾ UDF ചർച്ച ചെയ്യുമ്പോൾ അതിനോട് സഹകരിച്ചു എന്ന് ചർച്ചയിൽ പങ്കെടുക്കാൻ ഞങ്ങൾ സന്നദ്ധരായിരിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.